ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ കോടതി വിധി പറയുന്നത് തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കെജ്രിവാളിനെതിരെ തെളിവുണ്ട് എന്നുള്ള ഇഡിയുടെ വാദത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിലപാട് എന്താണ്? സ്മിത, ഈ വിധി കോടതി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഓരോ വരികളും കെജ്രിവാളിന് എതിരാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാപ്പ് സാക്ഷികളെ ഒഴിവാക്കണമെന്ന കെജ്രിവാളിന്റെ അഭിഭാഷകരുടെ ആവശ്യം തള്ളിയിരിക്കുന്നു കോടതി. ഒപ്പം തന്നെ ഈ മാപ്പ് സാക്ഷികൾ ഇലക്ടോറൽ ബോണ്ട് നൽകിയ കാര്യം കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ കാര്യം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇത് ഇലക്ടോറൽ ബോണ്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളോ സംഭാവനകളോ എല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ ഒരു അറസ്റ്റും നടപടികളും ഉണ്ടായ കാര്യം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഈ അറസ്റ്റ് നടന്ന സമയത്തെയാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അക്കാര്യവും കോടതി തള്ളിയിരിക്കുന്നു. കാരണം ഒരു കേസ് ഉണ്ടാവുകയും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട സ്വാഭാവിക നടപടിക്രമമാണ് എന്നും അതിന് തിരഞ്ഞെടുപ്പുമായി ബന്ധമില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ എന്തായാലും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായ ഈ വിധി പ്രസ്താവം എന്നുള്ളത് കെജ്രിവാളിന് എതിരെ ആയി തന്നെയാണ് കോടതി വിലയിരുത്തുന്നത്. കെജ്രിവാളിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച വാദഗതികളെ ഓരോന്നിനെയും ഗണ്ണിക്കുകയാണ് കോടതി. ഈ രാഷ്ട്രീയമായ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ അപ്രസക്തമാണ് എന്നാണ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ഒപ്പം തന്നെ കെജ്രിവാളിനെ വീഡിയോ കോൺഫറൻസ് വഴി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാമായിരുന്നു എന്ന വാദം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. അക്കാര്യത്തിൽ ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രത്യേക പരിഗണനകൾ ഒന്നും തന്നെ കെജ്രിവാളിന് ലഭിക്കേണ്ടതില്ല എന്നും ഈ നീതിക്ക് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരു നിയമമെന്നോ മുഖ്യമന്ത്രിക്ക് മറ്റൊരു നിയമമോ എന്നോ പരിഗണനയോ ഉണ്ടാകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഇത് രാഷ്ട്രീയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിൽ അന്വേഷണമോ കേസുകളോ വിധികളോ ഉണ്ടാകുന്നത് എന്നും ഈ കേസുകൾ അതിന്റെ വഴിക്ക് ആ അന്വേഷണ ഏജൻസി എങ്ങനെ അന്വേഷിക്കണമെന്നുള്ള അവരുടെ വിവേചനാധികാരമാണെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ പ്രേരണയിലോ മറ്റ് കാര്യങ്ങളിലോ ഇടപെടാൻ കോടതിക്ക് ആകില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം വരെ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടം വരെ കെജ്രിവാളിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കെജ്രിവാളിന് എൻ്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദങ്ങളെ എല്ലാം തന്നെ കോടതി ഗണ്ണിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേസിന്റെ മുന്നോട്ട് പോക്കിനെ ഒരു വിധത്തിലും ബാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നും ഈ രാഷ്ട്രീയ വാദങ്ങൾ ഈ കോടതിക്ക് മുന്നിൽ അപ്രസക്തമാണ് എന്നുമാണ് ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കോടതിയിൽ വന്നുണ്ടായ ഓരോ പരാമർശങ്ങളും കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദഗതിക്ക് ഗണ്ണിക്കുന്ന തരത്തിൽ തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കെജ്രിവാളിന്റെ ഈ പൂർണ്ണമായ ഉത്തരവ് ലഭ്യമാകും. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമോ അല്ലെങ്കിൽ കെജ്രിവാളിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകുന്നത്. പ്രധാനമായും ഈ ഹർജി പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ വിധി പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഒരു ജാമ്യാപേക്ഷയല്ല, മറിച്ച് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന കെജ്രിവാളിന്റെ ഹർജിയിലാണ് വിധി പറയുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമായാണ് ഈ കേസ് ഉണ്ടായത് എന്നും അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്ന സമയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദങ്ങൾ കെജ്രിവാളിന്റെ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി മുന്നോട്ട് വച്ചിരുന്നു. ഇതിനെ കോടതി തള്ളിയിരിക്കുകയാണ്. രാഷ്ട്രീയവും കോടതിയും നിയമവും
സംഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും കോടതിക്ക് മുന്നിൽ അത് അപ്രസക്തമാണ് എന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ചെയ്യേണ്ട സമയക്രമമോ മറ്റ് നടപടികളോ എല്ലാം തന്നെ തീരുമാനിക്കാനുള്ള വിവേചനാധികാരം അന്വേഷണ ഏജൻസിക്കാണ്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് അക്കാര്യം തീരുമാനിക്കാനുള്ള അവകാശമുള്ളത് എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ കോടതി ഓരോന്നായി തന്നെ കോടതി ബൽറാം, ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ, ഈ അറസ്റ്റ് ചെയ്ത സമയം അല്ലെങ്കിൽ ഇ ഡിയുടെ ഈ നടപടിക്രമങ്ങൾ, അതിന്റെ സമയം, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം, അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതങ്ങനെയല്ല, നിയമപരമായ രീതിയിൽ തന്നെയാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിന് അതുമായി ബന്ധമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇ ഡി സമർപ്പിച്ച തെളിവുകൾ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് തെളിയിക്കുന്നത് തന്നെയാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധി വിധി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തകർക്കും കെജ്രിവാൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇന്നത്തെ ഈ ഹർജി സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയാകുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. തീർച്ചയായും സ്മിത, കോടതിയിൽ നിന്നും ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന പരാമർശം, കോടതികൾ ഭരണഘടനാപരമായ ധാർമ്മികതയാണ് പരിഗണിക്കുന്നത്, രാഷ്ട്രീയ ധാർമ്മികതയല്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു കേസിന്റെ സാഹചര്യം പശ്ചാത്തലത്തിലാണ് കോടതി ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. കെജ്രിവാളിന്റെ അഭിഭാഷകർ പ്രധാനമായും ഇതിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ, രാഷ്ട്രീയ ഗൂഢാലോചന എന്നിവയാണ് പ്രധാന വിഷയമായി, ഈ അറസ്റ്റിനുള്ള പ്രധാന കാരണമായി എടുത്തു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് കേസാണ് എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ അക്കാര്യം കോടതി നിഷേധിച്ചിരിക്കുന്നു. അതായത് കെജ്രിവാളിന്റെ പ്രധാന വാദഗതികൾ തന്നെ കോടതി നിരാകരിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ വിധി എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഈ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജിയിൽ വിധി പറയുകയാണ് ഡൽഹി ഹൈക്കോടതി. ആദ്യ മണിക്കൂറുകളിൽ ഈ വിധി വരുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുന്നു അരവിന്ദ് കെജ്രിവാളിന്.